പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടൻ മണികണ്ഠനെ അറിയാത്തവരായി മലയാളികളായിട്ടുള്ള ആരും തന്നെ കാണത്തില്ല. അതായത് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാന റോള് കൈകാര്യം ചെയ്യുകയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്ത ഒരു നല്ലൊരു നടനാണ്, ഒരു പാവപ്പെട്ട നടനാണ്. ആ നടനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമ പോലത്തുള്ള വലിയൊരു പത്രം ഒരു വാർത്ത കൊടുത്തത്. ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് വലിയ തമാശയായിട്ടാണ് തോന്നിയത്. ആ വാർത്ത മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ കഴിയുമ്പോഴാണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു കോമഡി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത സംബന്ധിച്ച് മണികണ്ഠൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഈ വാർത്തയും നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്താണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എത്ര അശ്രദ്ധയായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ മലയാള മനോരമ മാത്രമല്ല, ഇവിടെ ലീഡിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്കൽ മാധ്യമങ്ങളുടെയും ഓൺലൈൻ സൈറ്റുകളിൽ ഈ ഒരു വാർത്ത ഇതുപോലെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ആദ്യമേ ആ വാർത്ത ഒന്ന് വായിക്കാം. അനധികൃത സ്വത്ത് സമ്പാദന കേസ്, നടനും ആർ ടി ഓഫീസ് ജീവനക്കാരനുമായ മണികണ്ഠൻ സസ്പെൻഷൻ. ചെറുവത്തൂർ ഒറ്റപ്പാലം ജോയിന്റ് ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടറും നടനുമായ ചെറുവന്നൂർ കോവിലിലെ കെ മണികണ്ഠന് സസ്പെൻഷൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഒക്ടോബർ 29 ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 1,90,000 രൂപ പിടിച്ചെടുത്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അനേകം രേഖകളും തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നാലെയാണ് പരിശോധന. ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. അതേസമയം വീട് പണിക്കായി വായ്പയെടുത്ത പണമാണ് വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതെന്നും ഇതിന്റെ രേഖയുണ്ടെന്നും മണികണ്ഠന്റെ വാദം. ആട് 2, ജാനകി ജാനെ, അഞ്ചാം പാതിര, അങ്ങനെ നിരവധി സിനിമയിൽ ചെറുതും വലുതുമായ വേഷം ചെയ്ത ആളാണ് മണികണ്ഠൻ. ആദ്യം ഈ വാർത്ത ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ ആദ്യം വിശ്വാസം തോന്നി. പിന്നീട് 1-2 തവണ ആവർത്തിച്ച് വായിച്ച സമയത്ത് ഒരു സംശയം തോന്നി. അതായത് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന നടൻ ഇങ്ങനെ RD ഓഫീസിൽ ഒരു AMP ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ എന്നൊരു സംശയം തോന്നി. പിന്നീട് 1-2 ഓൺലൈൻ ന്യൂസും കൂടെ വായിച്ച സമയത്ത് അതിലും ഇതേപോലത്തുള്ള ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സംഭവം ശരിയാണ് എന്ന് വിചാരിച്ചത്. അതിനുശേഷമാണ് മണികണ്ഠൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം പുറത്തു വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് വലിയ തമാശയായിട്ട് ഈ ഒരു സംഭവത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. നമുക്ക് ആദ്യമേ ആ മണികണ്ഠന്റെ പ്രതികരണം എന്താണെന്ന് ഒന്ന് കേൾക്കാം. മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു. എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട്, എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോ മനോരമയ്ക്ക് എന്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പടി இருக்கீங்க, நல்லா இருக்கீங்களா, சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ? அதே மணிகண்டனான அப்போ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளால எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ணது ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരു അവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാനൊരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന, വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി
ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ആടിനെ പട്ടിയാക്കുക എന്നുള്ള ഒരു പഴഞ്ചൊല്ല്. അതുപോലെ ആയിപ്പോയി ഈ മണികണ്ഠന്റെ കാര്യത്തിൽ ഈ പത്രമാധ്യമങ്ങൾ കാണിച്ചത്. അപ്പോൾ മനോരമ പോലത്തുള്ള ഒരു പത്രം അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു ന്യൂസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഈ ന്യൂസ് എഴുതി ഉണ്ടാക്കിയ ആളും ഇതിങ്ങനെ സെറ്റ് ചെയ്ത ആളും അതുപോലെ തന്നെ ഇതിന്റെ ന്യൂസ് എഡിറ്ററൊക്കെ കാണും. ഇവർക്ക് ആർക്കും ഈ മണികണ്ഠനെ പരിചയമില്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ട് ഇദ്ദേഹമാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു. അപ്പോൾ ഇത് മുഖാന്തരം ഈ മണികണ്ഠൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് എന്ന് മണികണ്ഠന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരാളുടെ ഭാവി താർക്കുന്ന രീതിയിലുള്ളൊരു ന്യൂസാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും എന്നാണ്. എന്നാൽ മനോരമയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു തിരുത്തൊന്നും ഇതുവരെ കൊടുത്തതായിട്ട് നമ്മൾ ആരും ഒരു മാധ്യമങ്ങളിലും കണ്ടിട്ടില്ല. അത് ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒന്നും കണ്ടിട്ടില്ല. എങ്കിൽ ഇത് വളരെ മോശമായ നടപടിയായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പത്രമാധ്യമങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്കിടയിലും വലിയ മത്സരമാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ മുന്നേ ജനങ്ങളുടെ ഇടയിലേക്ക് ന്യൂസ് എത്തിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല കോപ്രായങ്ങളും ഇവർ കാണിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കോപ്രായങ്ങൾ, അതായത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കാതെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ കൊടുത്ത് എത്രയോ പേരുടെ ഭാവി ഇല്ലാതായി കാണുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവരൊക്കെ പാവങ്ങളായതുകൊണ്ട് ഇത്തരത്തിൽ മണികണ്ഠനെ പോലെ പ്രതികരിക്കാൻ അവർക്ക് സാധിക്കാതെ പോയിരിക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതായത് ചില ആളുകൾക്കെതിരെയൊക്കെ റേപ്പ് കേസൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും, അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. പിന്നീട് അവസാനം കോടതിയിൽ പോയി ഇവരല്ല കുറ്റക്കാരെന്ന് കാണും, പക്ഷെ ആ ഒരു ന്യൂസ് കൊടുക്കത്തില്ല. അപ്പൊ ആദ്യം കൊടുത്ത ന്യൂസിന്റെ പുറത്ത് ആ ഒരു വ്യക്തി എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് ഈ പത്രമാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെയ്യാറുള്ളത്. അപ്പം മണികണ്ഠനെ പോലുള്ള വ്യക്തി ആയതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുവാൻ സാധിച്ചു. ചിലപ്പോൾ ആ പത്രമാധ്യമം ചിലപ്പോൾ തിരുത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിൽ പത്രമാധ്യമങ്ങൾ പെരുമാറുന്നത് ശരിയാണോ? ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.